അത്ര ഫാസ്റ്റായിട്ട് നമ്മൾ പ്രാക്ടീസ് കൊണ്ടേ അത് പറ്റുള്ളൂ. നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു, എന്ത് കാര്യങ്ങളും നമ്മൾ ഏത് സ്കില്ലും നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ഈ പുതിയ സ്കില്ല് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് ആദ്യമുള്ളവരെ സംബന്ധിച്ചു ഇത് കാണുമ്പോഴത്തേന് ഇതെല്ലാം കൂടി എങ്ങനെയാണെന്നൊക്കെ തോന്നും. വളരെ സിമ്പിൾ കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനത് പ്രസൻറ്റ് ചെയ്ത് രാവിലെ ഇന്ദ്രകുമാർ സാർ വരാൻ ലേറ്റായപ്പോൾ ഇന്നലത്തെ ദിവസം ഞാനാണെന്ന് തോന്നുന്നു എടുത്തത്. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളെപ്പോലെ തന്നെ ഒന്നും അറിയാൻ പറ്റാതിരുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ. വലിയ സംഭവമല്ലെന്നല്ല, ട്രേഡിങ് വലിയ സംഭവം തന്നെയാണ്. പുറത്ത് നിങ്ങൾ ആരോട് സംസാരിച്ചാലും അവരെല്ലാവരും തല ചൂടായി ചെവിയെ ചെമ്പരത്തിപ്പ് വെച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം അവർ കുടുക്കിനകത്ത് വീണ പോലെ ഇരിക്കുന്നവരാണ് കൂടുതലും ട്രേഡ് ചെയ്യുന്നത്. മാർക്കറ്റിലുള്ളവർ 95% ആൾക്കാരും പൈസ കളയുന്നവരേ ഉള്ളൂ. ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരാളോട് നിങ്ങൾ സംസാരിച്ച് ഏറ്റവും രസകരമായിട്ട് അവർ പറയാം, പിന്നെ ട്രേഡിംഗ് അല്ലേ, നമുക്കറിയാം ഞാൻ എത്ര കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇഷ്ടംപോലെ രൂപ കളഞ്ഞിട്ടുള്ളതാണ്. അതായത് നന്നായിട്ട് അറിയാവുന്നതും ഇഷ്ടംപോലെ കളഞ്ഞിട്ടുള്ളതെന്നും പറയുന്ന ട്രേഡേഴ്സിനെ ഞാൻ കണ്ടിരിക്കുന്നത് കൂടുതൽ ആൾക്കാർ. കാരണം ഇവരെല്ലാം നന്നായിട്ട് അറിയാം. ഇപ്പോൾ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കി കഴിഞ്ഞാൽ അവർ അന്നേരം പറയും, പിന്നെ നമുക്കിതിനെ കംപ്ലീറ്റ് അറിയാം, ഞാൻ എത്ര കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇഷ്ടംപോലെ പൈസ കളഞ്ഞിട്ടുള്ളത്. ഇഷ്ടംപോലെ അറിയാമെങ്കിൽ, നന്നായിട്ട് അറിയാമെങ്കിൽ പൈസ കളഞ്ഞ ആളാണെന്നൂടെ പറയുന്നതിനകത്ത് കളഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ കളഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഇന്ദ്രകുമാർ സാറിനെ തന്നെ കളഞ്ഞിട്ടുണ്ടാവും. അവരതിനകത്ത് നിന്ന് വീണ്ടും മിസ്റ്റേക്ക് പറ്റി കറക്റ്റ് ചെയ്ത് കയറി വന്നവരാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് സ്കില്ലും പഠിച്ചെടുക്കാനായിട്ട് നമുക്കൊരു ക്ഷമ വേണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക, എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു പുതിയ കാര്യവും വലിയൊരു വ്യത്യസ്തമായിട്ട് നമുക്കിതുവരെ നമ്മുടെ ബ്രെയിനിനൊരു കംഫർട്ടുണ്ട്. നമ്മുടെ ബ്രെയിൻ ഒരിക്കലും നമ്മുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ആകുന്ന ഇഷ്ടമല്ല. അതായത് നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ അറിയാം, നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ജോലിയോ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. ബ്രെയിനൊരു ഒരു കംഫർട്ട് സോൺ ഉണ്ടെന്ന് പറയും. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം പുള്ളി ഡിസ്റ്റർബ്ഡ് ആവും. പുള്ളി നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നമ്മളെപ്പോഴും ബ്ലോക്ക് ചെയ്യാനായിട്ട്, നമ്മളേതൊരു ഹയർ ഗോൾ, നമ്മളൊരു വലിയൊരു ഗോള്, ഒരു ലക്ഷ്യം ഉണ്ടാക്കി നമ്മൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചാൽ അന്നേരം അതിനെ ബ്ലോക്ക് ചെയ്യാനേ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ശ്രമിക്കുകയുള്ളൂ. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് ബ്രേക്ക് ചെയ്തെടുക്കാൻ സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമ്മൾ അത് ബ്രേക്ക് ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ട്രേഡിങ് എന്ന് പറയുന്നത് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എഫർട്ടിൻ്റെ പൈസയാണ് കിട്ടുന്നത്. അത് മോശമാണെന്നല്ല, വളരെ നല്ലതാണ്. മറ്റേത് ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിനേക്കാൾ കൂടുതൽ സാധ്യതകളും അതിനേക്കാൾ കൂടുതൽ, കാരണം എനി ടൈം ലിക്വിഡിറ്റി വേണം. നമുക്കിപ്പോൾ വിൽക്കണം എന്ന് വെച്ചാൽ ഗോൾഡാണെങ്കിൽ പോലും സ്വർണ്ണക്കട വരെ പോകണം നമ്മൾ വിൽക്കാൻ. അതുപോലും വേണ്ട, വിരൽത്തുമ്പിൽ ഫോണിൽ നമ്മൾ തീരുമാനം എടുത്താൽ അന്നേരം ക്യാഷാവും. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്, അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ഇൻഡിവിജ്വൽ പെർഫോമൻസിനാണ് പൈസ കിട്ടുന്നത്. അത് നമ്മൾ ഒരുപക്ഷെ നമ്മൾ പല ആൾക്കാരും അങ്ങനെ സെൽഫ് എംപ്ലോയി കാറ്റഗറി ആയിരുന്നായിരിക്കാം, ഇൻഡിവിജ്വൽ പെർഫോമൻസിനാണ് പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇത് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന സമയത്താണ് ഒരു ബിസിനസ് ഓണർ ആവുന്നത്, അല്ലെങ്കിൽ എൻ്റർപ്രണർ ആവുന്നത്. അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, സെൽഫ് എംപ്ലോയി ആണ്. ട്രേഡിംഗ് മാത്രം ചെയ്യുന്ന ഒരാൾ സെൽഫ് എംപ്ലോയി മാത്രമാണ്. ബിസിനസ് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ബിസിനസ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഈ ഓപ്പർച്യൂണിറ്റി വേറെ ആൾക്കാരിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്താണ്. ഈ ഓപ്പർച്യൂണിറ്റി വേറൊരാളെടുത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പഠിക്കുക, മറ്റുള്ള ആൾക്കാരോട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു എൻ്റർപ്രണർ എന്ന് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമായിട്ടുള്ള, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്.